ഇന്നിപ്പോൾ മെയ് 19 തീയതി. ജൂൺ 1 സ്കൂൾ തുറക്കും. നമുക്കറിയാം, ഈ 2 ആഴ്ച മാത്രമാണ് അവധിക്കാലം ബാക്കിയുള്ളത്. എന്താണ് മുന്നൊരുക്കങ്ങൾ? അതിനെക്കുറിച്ചാണ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോഴും പുസ്തക വിതരണത്തിലെ പ്രതിസന്ധി തുടരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇനിയും ബൈൻഡിംഗ് പൂർത്തിയാക്കാനുള്ളത് 1 കോടിയിലേറെ പുസ്തകങ്ങൾക്കാണ്. വിതരണം ചെയ്തത് 10ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ മാത്രമാണെന്ന് KBPS സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളെന്ന് വിശദമായ റിപ്പോർട്ടിലേക്ക്. വേനലവധിക്ക് മുൻപ് പാഠപുസ്തകം വിതരണം ചെയ്യുമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉറപ്പ്. പക്ഷേ ആ ഉറപ്പ് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി സ്കൂൾ തുറക്കാൻ ബാക്കിയുള്ളത് 1.5 ആഴ്ച മാത്രമാണ്. എന്നാൽ ഇതുവരെ വിതരണം ചെയ്തത് 10ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ മാത്രമെന്നാണ് KBPS വർക്കേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത്. ഇന്നലെ വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രിന്റ് ചെയ്തത് 80% പുസ്തകങ്ങൾ. ഇതിൽ ബൈൻഡിംഗ് പൂർത്തിയാക്കാനുള്ളവയുമുണ്ട്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആകെ 3 കോടിയിലധികം പുസ്തകമാണ് അച്ചടിക്കേണ്ടത്. ഇതിൽ പ്രിന്റിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത് 2,85,51,000 പുസ്തകം. ബൈൻഡിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത് 2,48,90,500 പുസ്തകവും. 75 ലക്ഷത്തിൽ കൂടുതൽ പുസ്തകം പ്രിന്റിംഗ് പൂർത്തിയാക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഇതുവരെ ഏതാണ്ട് 80% ബുക്കുകളാണ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ബൈൻഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് 2,48,90,500 ബുക്കുകളാണ് ബൈൻഡിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ബാലൻസ് പ്രിന്റ് ചെയ്യാനുള്ളത് ഈ 80% പ്രിന്റ് ചെയ്യാനുള്ളത് 71,54,476 ബുക്ക് ഇനി പ്രിന്റ് ചെയ്യാനുണ്ട്. ബാലൻസിംഗ് ബൈൻഡ് ചെയ്യാനുള്ള 1,08,00,000. ഒരു ദിവസം ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 ലക്ഷം ബുക്കുകൾ നമുക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. എത്ര ശ്രമിച്ചാലും അതിൽ കൂടുതൽ ചെയ്യൂല. അത് കൃത്യമായിട്ട് മെഷീനൊന്നും കംപ്ലൈന്റ് ഇല്ല എങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് 45 ദിവസമെങ്കിലും ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്യാൻ 45 ദിവസം എടുക്കും. 6, 7, 8 ക്ലാസുകളിലെ പുസ്തകങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. ഒരു ദിവസം പ്രിന്റ് ചെയ്യാൻ കഴിയുന്നത് 3 ലക്ഷം വരെ പുസ്തകങ്ങളാണ്. 45 ദിവസമെങ്കിലും ബൈൻഡിംഗ് പൂർത്തിയാക്കാൻ ഇനിയും വേണം. പിന്നീട് ഈ പുസ്തകങ്ങൾ ജില്ലാ ഡിപ്പോയിലേക്ക് എത്തിക്കാൻ വീണ്ടും സമയമെടുക്കും. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പറഞ്ഞ പോലെ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ ബുക്കുകളും കുട്ടികൾക്ക് എത്തും എന്ന് അത് നടക്കാൻ പോകുന്നില്ല. അവർ പറഞ്ഞത് സ്കൂള് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ബുക്കുകളും എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അന്ന് 20% മാത്രമേ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്വൽ മീഡിയാസും അതുപോലെ പത്രമാധ്യമങ്ങളും ഒക്കെ ശക്തമായിട്ട് ഇതിനെതിരായിട്ട് പ്രചരണങ്ങൾ കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് കുറച്ച് പൈസ KBPSന് റിലീസ് ചെയ്തതിന്റെ ബേസിലാണ് ഇപ്പോൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് നടക്കുന്നത്. ഏതാണ്ട് 300 കോടി രൂപയോളം ബുക്ക് ഈ പ്രിന്റിംഗ് ചെയ്തതിന് KBPSന് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. പേപ്പർ പ്രതിസന്ധിയാണ് പ്രധാന കാരണം. മുൻ വർഷങ്ങളിൽ പുസ്തകം അച്ചടിച്ചതിന് 300 കോടിയോളം രൂപയാണ് സർക്കാർ KBPSന് നൽകാനുള്ള കുടിശ്ശിക ഉള്ളതിനാൽ KBPSന് സ്വന്തമായി പേപ്പർ വാങ്ങാനും കഴിയുന്നില്ല. ഇതാണ് പ്രധാന പ്രതിസന്ധി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ക്ലാസ് തുടങ്ങിയാൽ 6, 7, 8 ക്ലാസ്സിലെ കുട്ടികൾക്ക് പകുതിയായെങ്കിൽ പോലും പുസ്തകങ്ങൾ എത്താത്ത സ്ഥിതിയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായേ തീരൂ. കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.